പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്രവാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് പ്രധാനമായും പത്രങ്ങൾ ഏതൊക്കെ വാർത്തകളാണ് ലീഡാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കി വരാം. ഓക്കെ, അപ്പോൾ പ്രധാനമായും മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണവും വഴിക്കലുമാണ് പ്രധാനപ്പെട്ട വാർത്തയായിട്ടുള്ളത്. അതേസമയം കോഴിക്കോട് തീപിടിച്ചതും വലിയ വാർത്തയായി തന്നെ നൽകുന്നുണ്ട്. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ പ്രധാന വാർത്ത തീ കോഴിക്കോട് നടുങ്ങി എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. പുതിയ സ്റ്റാൻഡ് കെട്ടിടത്തിൽ മണിക്കൂറുകൾ നീണ്ട തീപിടുത്തം എന്നാണ് പത്രം ചിത്രസഹിതം റിപ്പോർട്ട് ചെയ്യുന്നത്. വസ്ത്ര ഗോഡൌൺ ഉൾപ്പെടെ 2 കടകൾ കത്തിയമർന്നു. ഏറെ ആശ്വാസകരമായത് ആളപായമില്ല. അതാണ്, ഇത്രയും വലിയ തീപിടുത്തം നടന്നിട്ടും ആളപായമില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ആ തീപിടിക്കാനിടയായ സാഹചര്യം, ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ 5 മണിക്കൂർ സമയം എടുത്തു എന്നുള്ളത് അതൊക്കെ ഗൗരവമുള്ള വിഷയം. പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഇനി ടൈം എടുത്തോട്ടോ സാർ. മാത്രവുമല്ല, അതിൽ പലരും കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചട്ടലംഘനത്തോടു കൂടിയാണ്. ഒരു ചട്ടങ്ങളും പാലിക്കാതെയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാൻ സമയമെടുത്തു എന്നുള്ളത് അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയും സമയമെടുത്തു എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം 4:20 തീപിടുത്തം ഉണ്ടാവുന്നു. ബസ് സ്റ്റാൻഡിന്റെ വടക്കുഭാഗത്ത് ആദ്യം പുകയുരുന്നു. വൈകാതെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരുന്നു. ഉടനെ ആളുകളെ ഒഴിപ്പിച്ചു. കെട്ടിടത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകളടക്കം കത്തിനശിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടേക്ക് ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക്, ഫയർ ഫൈറ്റേഴ്സിന് ചെല്ലുന്നതിന് ചില തടസ്സമുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ ഘടന അങ്ങനെയായിരുന്നു. പല കെട്ടിടങ്ങളുടെയും ഘടന സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ ഇതൊന്നും ആളുകൾ വലിയ ഗൗരവത്തിലെടുക്കില്ല. ഒരു തീ പിടിക്കുന്ന സമയത്തായിരിക്കും എമർജൻസി എക്സിറ്റ് തേടുന്നത്. ആ എക്സിറ്റ് എവിടെയാണ്, അത് കൃത്യമായിട്ട് അത് പാലിക്കുന്നുണ്ടോ? പലയിടങ്ങളിലും ഇല്ല. ഫയർ എക്സ്റ്റിംഗ്വിഷർ കാഴ്ചക്കാരനായിട്ട് വെച്ചേക്കുക. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷറൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. 16 വർഷങ്ങളൊക്കെ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ലിയോ 14 മാർപ്പാപ്പയായി വാഴിക്കപ്പെട്ട വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നു. പരിസ്ഥിതിക്കായി പാപ്പ എന്ന തലക്കെട്ടോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. വിഭജനത്തിന്റെ ലോകത്ത് കത്തോലിക്ക സഭ പരിവർത്തന ശക്തിയാകണം എന്നാണ്. മുക്കുവന്റെ മോതിരവും പാലിയവും അണിഞ്ഞാണ് മാർപ്പാപ്പയുടെ പ്രധാന മുദ്രകളായ മുക്കുവന്റെ മോതിരവും പാലിയവും അണിയിക്കലായിരുന്നു ചടങ്ങിലെ ധന്യമുഹൂർത്തം. വിശുദ്ധ പത്രോസ് വഞ്ചിയിലിരുന്ന് വലവീശുന്ന ചിത്രവും മാർപ്പാപ്പയുടെ പേരുമുള്ള സ്വർണ്ണമോതിരവുമാണ് ലിയോ 14 അണിയിച്ചത്. ലിയോ 14 പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതിനും ദരിദ്രരെ അരികുവൽക്കരിക്കുന്നതും അവസാനിപ്പിക്കണമെന്ന ആഹ്വാനത്തോടു കൂടി വാഴിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. മാർപ്പാപ്പയുടെ ഒരു പ്രസംഗം നന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിക്ക ആൾക്കാരും, മിക്ക പത്രങ്ങളുമെല്ലാം. മനോരമയും പറയുന്നത് ഐക്യം പുലരട്ടെ പാപ്പ, വെറുപ്പിന്റെയും സംഘർഷത്തിന്റെയും ലോകത്ത് ഐക്യത്തിന്റെ പതാക വാഹകരാകാൻ ആഹ്വാനം. ഈ ഐക്യം എന്നുള്ള വാക്ക് മാർപ്പാപ്പ പല തവണ ഈ പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഈ യുദ്ധം നിർത്തണം എന്ന് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൂടി പാപ്പ ഫസ്റ്റ് ആദ്യത്തെ ഒരു പ്രസംഗത്തിൽ തന്നെ നടത്തുന്നുണ്ട് പാപ്പ. മാത്രമല്ല, മനോരമയിൽ മറ്റൊരു വാർത്ത കൂടി ഉണ്ട് സാറേ. പ്രതിരോധ ബജറ്റിലേക്ക് 40,000 കോടി കൂടി നമ്മൾ ആയുധ മൂർച്ച കൂട്ടുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ. അതാണ് മനോരമയിലെ നിലവിലിരിക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളുടെ ആയുധ ശേഖരം നമ്മൾ കരുത്താക്കാൻ തീരുമാനിക്കുന്നു. ദേശാഭിമാനിക്ക് വന്നാൽ മറ്റ് 2 പത്രങ്ങളെ പോലെ തന്നെ കോഴിക്കോട്ടെ തീപിടുത്തവും അതുപോലെ ലിയോ 14 ചുമതലയേറ്റു എന്നുള്ള വാർത്തയും ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ കോഴിക്കോട്ടെ തീപിടുത്തത്തിനൊപ്പം മറ്റൊരു സൈഡിലെ വാർത്ത ഉണ്ടെന്നാൽ അതുപോലെ ഉണ്ടായ വാർത്തയാണ്. ഹൈദരാബാദിൽ 17 മരണമാണ് തീപിടിച്ച് 8 കുട്ടികൾ ഉൾപ്പെടെ 17 പേരാണ് പലപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ദേശാഭിമാനിയുടെ ലീഡ് അതല്ല. അതെ, അതിലേക്ക് വരുന്നത് ഇഡിക്കെതിരെ കൂടുതൽ പരാതികൾ, കൈക്കൂലി റാക്കറ്റ് എന്ന തലക്കെട്ടോടുകൂടി. നമ്മുടെ അനീഷ് ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടുകയാണ് അല്ലേ? എന്താണ് ആവശ്യപ്പെടുന്നത്? 2 കോടി ഫോൺ നിങ്ങളുടെ കേസ് ഒതുക്കി തീർക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് പരാതി. ആ പരാതിന്മേലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എന്തായാലും അത് ഇഡിക്ക് നാണക്കേടായി പോയി. മറ്റു പല ആരോപണങ്ങളും ഇഡിക്കെതിരെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇഡിക്കെതിരെ വിജിലൻസ് കേസെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഗുരുതരമായ ഒരു വിശ്വാസ്യത പോലും ഇപ്പോൾ അത് അവിടെ മാത്രം തീരുന്നില്ല. എങ്കിൽ നാണക്കേടാണ് സാറേ എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയിൽ മറ്റൊരു വാർത്തയുണ്ട്. വാർത്ത കേട്ടാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ മൂക്കത്ത് വിരൽ വയ്ക്കും. എന്താണ്? പോലീസുകാരിയെ ബലാത്സംഗം ചെയ്ത സംഭവം ഒതുക്കി തീർക്കാൻ പ്രതിയായ സബ് ഇൻസ്പെക്ടറിൽ നിന്ന് 25 ലക്ഷം രൂപ സ്വന്തം സഹപ്രവർത്തകർ ആവശ്യപ്പെട്ടു. അസിസ്റ്റന്റ് കമാൻഡന്റിനും സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്കും സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു എന്ന വാർത്തയാണ്. KPA 3-ാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡറായ സ്റ്റാർമാൻ ആർ പിള്ള, സൈബർ ഓപ്പറേഷൻസ് ഓഫീസ് റൈറ്റർ അനു ആന്റണി എന്നിവരെയാണ് ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. സ്വന്തം സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്ത് കുറ്റത്തിന് സഹപ്രവർത്തകരിൽ നിന്ന് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആകെ നാണക്കേടായി എന്നുള്ളതാണ് ആ വാർത്ത സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തയുള്ളത്. ഏറെ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട് കേട്ടോ.
ക്ഷേമ പെൻഷൻ വരാൻ പോകുന്നു. 2 മാസത്തെ ക്ഷേമ പെൻഷൻ 21-ാം തീയതി മുതൽ കൊടുക്കും. കുടിശ്ശികയുള്ള 1 ഗഡു ഉൾപ്പെടെ 2 ഗഡു ക്ഷേമ പെൻഷനുകൾ ഒരുമിച്ച് ഈ മാസം 21 മുതൽ വിതരണം ചെയ്യും. 50 ലക്ഷം പേർക്ക് 3200 രൂപ വീതം ലഭിക്കും. ഇതിനായി 1880 കോടി രൂപ വേണം. സർക്കാർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും കേന്ദ്ര സർക്കാർ കൂടുതൽ ഞെരുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ എപ്പോഴും ക്ഷേമ പെൻഷനിൽ വൈകും, പക്ഷേ കൃത്യമായി കൊടുക്കാറില്ല. സർക്കാർ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായി മുഴുവൻ കുടിശ്ശികയും കൊടുത്തിട്ടേ പിണറായി സർക്കാർ പുറത്തു പോകും. നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതാ ഇപ്പോൾ വീണ്ടും 1 ഗഡു കൂടെ കൂടി കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, ചെറിയ ചെറിയ ആശ്വാസങ്ങളാവട്ടെ. മാധ്യമത്തിന്റെ പ്രധാന തലക്കെട്ട് കോഴക്കുരുക്ക് എന്നുള്ളതാണ്. ഇഡിയുടെ വാർത്തയാണ്. കേസൊതുക്കാൻ കോഴ, കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർ സംശയനിഴലിൽ. അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായത്, പിന്നാലെ ഡെപ്യൂട്ടി ഡയറക്ടർക്കെതിരെയും ആരോപണം. ഇഡി ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു എന്ന വാർത്തയാണ് മാധ്യമം ആദ്യ പേജിൽ തന്നെ നൽകുന്നത്. പ്രധാനമന്ത്രിയെയും BJPയെയും പോലെ തരം താഴില്ല എന്ന് കോൺഗ്രസ് പറയുന്ന വാർത്തയും പ്രധാനപ്പെട്ട വാർത്തയെ മാധ്യമം ആദ്യ പേജിൽ കൊടുക്കുന്നു. പ്രധാനമന്ത്രിയെയും BJPയെയും പോലെ തരം താഴില്ലെന്നും സർക്കാർ നിർദ്ദേശപ്രകാരം പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട 4 കോൺഗ്രസ് നേതാക്കളും വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ച് അവരുടേതായ സംഭാവനകൾ നൽകുമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നു. അതെന്തായാലും ശശി തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. പക്ഷേ കോൺഗ്രസ് അതിനെ തിരിച്ചടി എന്ന നിലയിലല്ല കാണുന്നത്. ഞങ്ങളായിരിക്കും തരൂർ അടക്കമുള്ള പ്രതിനിധി സംഘത്തിന് കോൺഗ്രസ് അനുമതി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലായി. കോൺഗ്രസ് അപകടം മനസ്സിലായി. ഈ വിഷയത്തിൽ തരൂർ പ്രതികരിച്ചത് രാജ്യം എന്നെ ആവശ്യപ്പെട്ടു, ഞാൻ സേവനം കൊടുക്കാൻ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായും നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. വസുതി, അപ്പൊ ഉഷാറല്ലേ കാര്യങ്ങൾ? വാർത്തകളൊക്കെ വാർത്തകളും ഉഷാറാണ്. ഉഷാറാകുമല്ലോ, ഇനി അങ്ങോട്ട് ഉഷാറാക്കാൻ പോകും. പക്ഷേ കോഴിക്കോട്ടെ തീപിടുത്തത്തിന്റെ വാർത്തയാണ് ആദ്യമേ വരാൻ പോകുന്നത് അല്ലേ? ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കേണ്ട സമയമാണ്.